ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂർ തുടങ്ങുകയാണ്. അടുത്ത ഒരു മണിക്കൂറിൽ ഞാനും പ്രേക്ഷകരും നമ്മൾ ഒന്നിച്ചുള്ള ഒരു സംയുക്ത യാത്ര ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങളുടെ പ്രതികരണങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിളികളും നിങ്ങളുടെ സന്ദേശങ്ങളും ഒക്കെയാണ് ഈ പരിപാടിയുടെ ജീവൻ. എപ്പോഴും പറയുന്നത് പോലെ ഏറ്റവും വലിയ ജനകീയ പ്രതികരണ വേദി തുടങ്ങുന്നു. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. കേരളത്തിൻ്റെ പലയിടങ്ങളിലും മഴ തകർക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഇടിമിന്നലുണ്ട്. മഴക്കെടുതികൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിലേക്കൊക്കെ ഞാൻ വളരെ വേഗം വരാം. ആദ്യം നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ വിളിക്കേണ്ട നമ്പറും ദൃശ്യങ്ങൾ അയക്കാനുള്ള നമ്പറും സ്ക്രീനിൽ കാണിച്ചു തരാം. ദൃശ്യങ്ങളും വാർത്തകളും പങ്കുവയ്ക്കാൻ ഒരു വാട്സാപ്പ് നമ്പർ 6235968937 സ്ക്രീനിലുണ്ട് ഇപ്പോൾ. അതേപോലെ നിങ്ങൾക്ക് ലാൻഡ് ലൈൻ നമ്പറുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇടപെടണമെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് തോന്നിയാൽ 048428300510 04842830 എന്ന നമ്പറിൽ വിളിക്കുക. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ 24 നിങ്ങൾക്ക് ലോഗിൻ ചെയ്താൽ കമൻറ്റ് ബോക്സിൽ പോയി നിങ്ങളുടെ കമൻറ്റുകൾ അവിടെ ഇടാം. അപ്പോൾ സന്ദേശങ്ങളും വിളികളും പ്രതികരണങ്ങളും ഒക്കെയായി അടുത്ത ഒരു മണിക്കൂറിൽ ഒന്നിച്ചുള്ള യാത്ര. ഹലോ, ഗുഡ് ഈവനിങ് ഒരിക്കൽ കൂടി. അപ്പോൾ ഏറ്റവും ഷോക്കിംഗ് ആയിട്ട് വരുന്ന കാര്യം, സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഇപ്പോൾ കനത്ത മഴ തുടരുകയാണ്. കാസർഗോഡ് ചെറുവത്തൂരിൽ ദേശീയപാതയിൽ വെള്ളം കയറിയിട്ടുണ്ട്. കാസർഗോഡ് ഇടിമിന്നലേറ്റ് ഒരാൾ മരിച്ച ദിവസവുമാണിന്ന്. മടിക്കൈ ബംഗളം സ്വദേശി ബാലനാണ് മരിച്ചത്. കൊച്ചി ഇൻഫോ പാർക്കിൽ ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വാഹനങ്ങൾ വെള്ളത്തിനടിയിലായി. കാലടി മലയാറ്റൂർ റോഡിലെ കടകളിലും വെള്ളം കയറി. കോഴിക്കോട്ട് മലയോര മേഖലയിൽ വെള്ളം കയറിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കോരിച്ചൊരിയുന്ന മഴ പെയ്യുകയാണ്. ഇടുക്കിയിലും കോട്ടയത്തും ശക്തമായ മഴ തുടരുന്നു. നമുക്കൊപ്പം നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. അവരൊക്കെ മഴയിൽ കുതിർന്ന് നിൽക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, ഇൻഫോ പാർക്കിനടുത്താണ് അശ്വിൻ പാലാഴി ഉള്ളത്. അതുപോലെ മഴ മുന്നറിയിപ്പിൻ്റെ കാലാവസ്ഥാ വിശേഷങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരും. അതുപോലെ ഇടപ്പള്ളിയിൽ എസ് ശ്രീകാന്ത് ഉണ്ട്. കൊച്ചിയിൽ വിനീത വി ജി, കളമശ്ശേരിയിൽ വിഷ്ണു സുരേഷ്, കോട്ടയത്ത് ടോബി ജോൺസൺ, കാസർഗോട്ട് അരുൺ പാറയ്ക്കൽ. മഴക്കെടുതിയും ഇടിമിന്നലേറ്റും മരണവും ഉണ്ടായ കാസർഗോട്ട് നിന്നാണ് അരുൺ പാറയ്ക്കൽ നമുക്കൊപ്പം ചേരുന്നത്. എല്ലാവരും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം അരുൺ പാറയ്ക്കലിലേക്ക് നമ്മൾ പോകുന്നു. അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരുന്നു. കൊച്ചിയിലെ പല സ്ഥലങ്ങളിലും റോഡിൽ വെള്ളം കയറിയെന്ന വാർത്തകൾ വരുന്നു. പ്രേക്ഷകർക്ക് ദൃശ്യത്തിൽ കാണുന്നത് പോലെ ഇതാണ് ഇപ്പോൾ കൊച്ചിയിലെ അവസ്ഥ. അശ്വിൻ, പറയൂ, എന്തൊക്കെയാണ് വിവരങ്ങൾ? നമ്മളിപ്പോൾ ഉള്ളത് കാക്കനാട് ഇൻഫോ പാർക്കിലാണ്. ഇൻഫോ പാർക്കിലെ അവസ്ഥ വളരെ ദയനീയമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ കഴിഞ്ഞ ഒരു മണിക്കൂറായി ഇൻഫോ പാർക്കിന് പ്രധാന ഗേറ്റ് അടക്കമുള്ള സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലാണ്. വാഹനങ്ങൾ അല്പമെങ്കിലും കടന്നു പോകാൻ തുടങ്ങിയത് ഒരു 5 മിനിറ്റ് മുമ്പ് മാത്രമാണ്. നേരത്തെ ഇരുചക്ര വാഹനങ്ങളൊന്നും പോകാൻ കഴിയാത്ത തരത്തിൽ ഈ മേഖലകളിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരു മണിക്കൂറോളം ഏകദേശം ഒരു 5 കിലോമീറ്ററോളം നീളത്തിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടിരുന്നു. ഇൻഫോ പാർക്ക് മാത്രമല്ല, കൊച്ചിയുടെ പല മേഖലകളിലും സമാനമാണ് അവസ്ഥ. മലയോര മേഖലകളിലേക്ക് മഴ തുടങ്ങിയിട്ട് 2 മണിക്കൂറാകുന്നു. ഇപ്പോഴും അത് കുറയാതെ തുടരുകയാണ്. പക്ഷേ നഗരമേഖലയിലേക്ക് വരുമ്പോൾ അല്പം മഴയ്ക്ക് കുറവുണ്ട്. ഇൻഫോ പാർക്കിൽ നമ്മൾ അല്പസമയം മുമ്പ് കാണിച്ചതുപോലെ ഇരുചക്ര വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കുമാണ് ഏറെ ദുരിതം. നടക്കാനോ ഇരുചക്ര വാഹനങ്ങളുമായി പോകാനോ വഴിയില്ലാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. ഏകദേശം ഒരു 50ഓളം ഇരുചക്ര വാഹനങ്ങൾ തകരാറിലായിട്ടുണ്ട്. അവരുടെ പ്രതികരണമടക്കം നമ്മൾ ലഭ്യമാക്കിയതാണ്. എന്തായാലും അവർ വാഹനങ്ങളുമായി ഇവിടെ നിന്ന് വാഹനങ്ങൾ ഉന്തിക്കൊണ്ടാണ് ഇൻഫോ പാർക്കിൽ നിന്നും വീടുകളിലേക്ക് പോയത്. എന്തായാലും വളരെ ദയനീയമാണ് കൊച്ചിയിലെ മഴയുടെ അവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മഴ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 3-4 ദിവസമായി മഴയുണ്ട്. അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇൻഫോ പാർക്കിന് സമീപം വെള്ളക്കെട്ടുണ്ടായി. വാഹനങ്ങൾ പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കൊച്ചിയിൽ കളമശ്ശേരിയിൽ നല്ല മഴ പെയ്യുന്നുവെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു സുരേഷ് അറിയിക്കുന്നത്. കളമശ്ശേരിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. പറയൂ വിഷ്ണു സുരേഷ്. ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. മഴയിൽ കുതിർന്ന് നിൽക്കുകയാണെന്ന് എനിക്കറിയാം. കുടയൊക്കെ പിടിച്ചോളൂ, മഴയിൽ നിന്ന് സംരക്ഷണം തേടിക്കോളൂ. കളമശ്ശേരിയിലും ശക്തമായ മഴ തന്നെയാണ്. കളമശ്ശേരി, ഏലൂർ ഭാഗങ്ങളിലാണ് ഈ മഴ രൂക്ഷമായുള്ളത്. പ്രധാനമായും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ കാണുന്നത് കളമശ്ശേരി പാലത്തിന് സമീപം ഉള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ ഈ പാലത്തിനടിയിൽ പൂർണ്ണമായും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. വാഹനങ്ങൾക്ക് പോകുന്നതിന്, ഇരുചക്ര വാഹനങ്ങൾക്കും അതോടൊപ്പം മറ്റു വാഹനങ്ങൾക്ക് പോകുന്ന വലിയ പ്രതിസന്ധിയുണ്ട്. ഏത് ഘട്ടത്തിലാണ് അപകടം പതിയിരിക്കുന്നത് എന്നറിയാത്തൊരു സാഹചര്യമുണ്ട്. പലതവണ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഈ മഴ ഉണ്ടാകുമ്പോൾ ഈ പ്രദേശത്ത് ഉണ്ടാകുന്ന വെള്ളക്കെട്ടിനെ കുറിച്ച്. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും
ഉണ്ടാകുന്നില്ല എന്നാണ് ഈ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും സൂചിപ്പിക്കുന്നത്. ഏലൂർ മേഖലകളിലും ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പെരിയാറിന് തീരത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണമെന്ന് ഈ ഘട്ടത്തിൽ പറയുന്നു. അത്തരത്തിൽ എല്ലാവരും മുൻകരുതൽ പാലിക്കണം. ഒരു തരത്തിലുള്ള സാഹസികതയ്ക്കും മുതിരരുത്. മഴ ശക്തമാണ്. പ്രത്യേകിച്ച് ഈ പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളെല്ലാം കൃത്യമായി ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണം. വീടുകളിലും പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. പ്രധാനമായും ഈ മലയോര മേഖലകളിലാണ് അത്തരം പ്രതിസന്ധികൾ നിലനിൽക്കുന്നത്. ടൗണിലേക്ക് എത്തുമ്പോൾ KSRTC ഉൾപ്പെടെയുള്ള പ്രദേശത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വെള്ളം എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോകും എന്നുള്ളതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നേരത്തെ ഈ പ്രദേശത്ത് ശക്തമായ വെള്ളമുണ്ടായിരുന്നു. കാറുകൾക്കും അതോടൊപ്പം ഈ 2 വീലർക്ക് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ നിലവിൽ ആ വെള്ളം ഇറങ്ങിയത് കൊണ്ട് ഇത്തരത്തിൽ ഇതുവഴിയുള്ള യാത്ര സുഗമമായിട്ടുണ്ട്. വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ റോഡുകളിൽ പലയിടങ്ങളിലും കുഴിയുണ്ട്. ഈ വെള്ളം മൂടിക്കിടക്കുന്നത് അത്തരത്തിലുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായി ജാഗ്രത പുലർത്തണം, അല്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കും. മഴ വരും മണിക്കൂറിലും തുടരും എന്ന് തന്നെയാണ്. വിഷ്ണു സുരേഷ്, കൂടുതൽ മഴ കൊള്ളാതെ താങ്കൾ സേഫായി നിൽക്കുക, താങ്കളും ജാഗ്രത പാലിക്കുക. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് തുറന്നു പറഞ്ഞാൽ, ഞാൻ വൈകുന്നേരം ഇരുന്ന് ചെറിയൊരു മെയിലൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇടി വെട്ടി, ഒരു 1.5 ഇടിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവിധമായ ജാഗ്രതകളും നിങ്ങൾ പാലിക്കണം. ഇപ്പോൾ ബൈക്കിലൊക്കെ പോകുമ്പോഴും കാറിൽ പോകുമ്പോഴും ഈ ഇടിയൊക്കെ ശരിക്കും വെട്ടുന്നത് കൊണ്ട് നിങ്ങൾ മൊബൈൽ ഫോണിൽ സംസാരിക്കുക, അങ്ങനെയുള്ള അക്രമങ്ങളൊന്നും കാണിച്ചു കളയരുത്. കൊച്ചിയിലെ കലൂരിൽ നിന്ന് വിനീത VG കൂടി നമുക്കൊപ്പം ചേരുന്നു. കൊച്ചിയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ട് കഴിഞ്ഞു. വിനീത, ഈ കലൂരിലെ അവസ്ഥ എന്താണ് ഇപ്പോൾ? കലൂരിലും മഴ ശക്തമായി തന്നെ പെയ്യുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ആ ഭാഗത്ത് ശക്തമായിട്ടുള്ള വെള്ളക്കെട്ട് കൂടി ഉണ്ട്. അതിന്റെ ഇരുവശത്തും സമാന രീതിയിലുള്ള വെള്ളക്കെട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ. ഈ വാഹനങ്ങളൊക്കെ മെയിൻ റോഡാണ്, നഗരപ്രധാനമുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ വൈകിട്ടൊക്കെ ഈ ജോലിയൊക്കെ കഴിഞ്ഞു പോകുന്ന ആളുകളൊക്കെയാണ് ഈ മേഖലയിൽ കൂടുതലായി ഉള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂക്ഷമായിരിക്കുന്നു. ഈ മേഖലയിൽ വാഹനങ്ങൾക്കൊക്കെ കടന്നു വരാനൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. ഈ രണ്ട് ഭാഗത്തും, ഈ റോഡിന്റെ രണ്ട് വശത്തുമായിട്ടാണ് ഇങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് മുന്നറിയിപ്പുണ്ടായിരുന്നതെങ്കിൽ വൈകിട്ടോടുകൂടി അത് റെഡ് അലേർട്ടിലേക്ക് മാറിയിരിക്കുന്നു. 25-ാം തീയതി വരെ എറണാകുളം ജില്ലയിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഇന്ന് റെഡ് അലേർട്ടാണ്, നാളെ ഓറഞ്ച് അലേർട്ടാണ്. അതിനുശേഷം 2 ദിവസങ്ങളിലായി യെല്ലോ അലേർട്ടുണ്ട്. മലയോര മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം. ഒപ്പം തന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഈ മത്സ്യത്തൊഴിലാളികളും മറ്റും കടലിലേക്ക് ഇറങ്ങുമ്പോൾ ജാഗ്രത വേണമെന്നും നിർദ്ദേശമുണ്ട്. പുഴയോരങ്ങളിലും ഈ പെരിയാറിന്റെ ഒക്കെ തീരത്ത് താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്നത് തന്നെയാണ് നിർദ്ദേശം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മഴ ഇങ്ങനെ കൂടുതൽ ശക്തമാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഒപ്പം വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. നഗരത്തിന്റെ പല മേഖലകളിലും സമാനമായിട്ടുള്ള രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴയിലേക്കും മറ്റും മത്സ്യബന്ധനത്തിനായോ അല്ലെങ്കിൽ കുളിക്കാനോ ഒക്കെ ഇറങ്ങുന്നവർ ഇന്ന് അങ്ങനെ ഇറങ്ങരുത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. ഒപ്പം തന്നെ ഈ ദിവസങ്ങളിൽ, അതായത് നാളെയും മറ്റന്നാളും ഒക്കെ നഗരത്തിലൊക്കെ ഇറങ്ങുമ്പോൾ കൊട കൂടി കയ്യിൽ കരുതണമെന്ന് കൂടി പറയേണ്ടി വരും. കാരണം ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ആ ഇരുചക്ര വാഹനമൊക്കെ വരാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രത്തേക്ക് വെള്ളക്കെട്ട് രൂക്ഷമായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന് ഈ പല മേഖലകളിലും, നമുക്കിപ്പോൾ നിൽക്കുന്ന ഈ കലൂരിലുള്ള പല മേഖലകളിലും സമാനമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ട്. മഴയ്ക്ക് അല്പം ആശ്വാസം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഈ വെള്ളക്കെട്ട് മാറും എന്നാണ് നമുക്ക് ആളുകളൊക്കെ പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും മഴ കൂടുതൽ കനക്കുമ്പോൾ അത് രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടിലേക്ക് പോകുമ്പോൾ ഉൾപ്പെടെയുള്ള ആശങ്കയും നിലവിലുണ്ട്. വിനീത VG ആണ് കലൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചി നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും നല്ല മഴയും അനുഭവപ്പെടുകയാണ്. ഇടപ്പള്ളിയിലുണ്ട് നമ്മുടെ പ്രതിനിധി ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഇടപ്പള്ളിയുടെ അവസ്ഥ എങ്ങനെയാണ്? ദേ ഇങ്ങോട്ടൊന്ന് നോക്കി, ഈ ഇടപ്പള്ളിയുടെ യഥാർത്ഥ അവസ്ഥ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. കാരണം ഇത് കടലാണോ കായലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഈ ഒരു റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മുഴുവൻ വെള്ളം കയറി വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം. പ്രധാനപ്പെട്ട റോഡാണ്, നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. അവിടെയാണ് ഇത്രയധികം വെള്ളം കയറിയത്. ഇത് ഇത്രയും വെള്ളം ഇങ്ങനെ വെള്ളക്കെട്ടുണ്ടാകാൻ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. NH-ന്റെ ഈ ഭാഗത്തുള്ള ഓടയൊക്കെ തന്നെ തട്ടിപ്പൊളിച്ച് ഈ റോഡ് പണിക്ക് വേണ്ടി വൃത്തിയാക്കിയിട്ടിരുന്നു. അതിനാൽ ഈ വെള്ളം ഒഴുകി പോകാൻ 1 ഇഞ്ച് സ്ഥലം പോലുമില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്പസമയം മുമ്പ് നമ്മളിവിടെ വന്നപ്പോഴൊക്കെ തന്നെ കടകളിലേക്കൊക്കെ വെള്ളം കയറുന്നു. അതോടൊപ്പം തന്നെ ആളുകൾ, ഇരുചക്ര വാഹന യാത്രികർ ഈ വെള്ളക്കെട്ടിലൂടെ വാഹനം കൊണ്ടുപോകാൻ നന്നേ ബുദ്ധിമുട്ടുന്നു. മുഴുവൻ ബ്ലോക്ക് ഇടപ്പള്ളി നമ്മൾ ഈ അടുത്തിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ബ്ലോക്ക് നമുക്കിവിടെ കാണാനും സാധിക്കും. ഈ സിഗ്നലിന് തൊട്ട് സമീപം തന്നെ ഈ വെള്ളക്കെട്ടിലേക്ക് ആ ഭാഗത്തേക്ക് വന്നാൽ
നിരനിരയായി ഏതാണ്ട് കുന്നുംപുറം ജംഗ്ഷൻ മുതൽ ഇടപ്പള്ളി വരെ നിരനിരയായി വാഹനങ്ങൾ കാണാൻ സാധിക്കും. ഇഴഞ്ഞിഴഞ്ഞാണ് ഇതിലെ വാഹനങ്ങൾ നീങ്ങുന്നത്. ഏത് ഭാഗത്താണ് ഈ വെള്ളക്കെട്ട് മൂലം വലിയ കുഴികൾ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇരുചക്ര വാഹന യാത്രികരൊക്കെ തന്നെ മറിഞ്ഞു വീഴുന്നത് നമ്മൾ തന്നെ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. വല്ലാത്ത സാഹചര്യമാണ് ഇടപ്പള്ളിയിലുള്ളത്. വെള്ളം ഒഴുകിപ്പോകാൻ പോലും സ്ഥലമില്ലാത്ത സാഹചര്യം ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇടപ്പള്ളിയുടെ നേർക്കാഴ്ചയാണ്. ഈ വൈകുന്നേരത്തെ ഏതാണ്ട് ഒരു 1.5-2 മണിക്കൂറായി മഴ നിർത്താതെ പെയ്യുന്നുണ്ട്. ഇവിടെ നിർത്തിവെച്ചിരുന്ന റോഡ് സൈഡിലൊക്കെ വെച്ചിരുന്ന വാഹനങ്ങളൊക്കെ തന്നെ ഇരുചക്ര വാഹനങ്ങളൊക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യവും ഉണ്ടായി. ഈ വെള്ളക്കെട്ട് അത് ഈ മേഖലയിൽ കൊച്ചി നഗരത്തിൽ പല മേഖലയിൽ എന്ന പോലെ ഇടപ്പള്ളിയിലും ശക്തമായി തന്നെയുണ്ട്. കലൂരിലും നേരത്തെ വിനീത വിജി പറഞ്ഞു KSRTC സ്റ്റാൻഡ് പൂർണ്ണമായും വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു. നോർത്ത് ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ നഗരത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളം കയറുന്നു. ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെടുന്നത് നഗരത്തിൽ ഇടപ്പള്ളിയിലാണ്. അത് ഈ റോഡ് പണി കൂടിയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. താങ്ക് യു ശ്രീകാന്ത്. ഷാജിദ് KC പറയുന്നു വിനീത വിജിയുടെ ഏറ്റവും മുന്നിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ ഈ ലൈവ് കാണുകയാണ്. ലൈവിന്റെ മുന്നിൽ കയറി നിന്നോ, തടസ്സപ്പെടുത്തിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷാജിത്ത് എന്തായാലും കണ്ടല്ലോ, സന്തോഷമായി. ഇനി ഈ നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ സ്ഥിതി ഇതേപോലെ തുടരും എന്ന കാലാവസ്ഥ മുന്നറിയിപ്പുണ്ടോ? വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് തത്സമയം ചേരുന്നു. അലക്സ് റാം, എന്തൊക്കെയാണ് കാലാവസ്ഥ അപ്ഡേറ്റ്സ്? SKN ഗുഡ് ഈവനിങ്. SKN നാളെയും മറ്റന്നാളും കടക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി കൂടി ബാക്കിയുണ്ടെന്നുള്ളതാണ് പ്രധാനം. അതായത് ഇന്ന് രാത്രി മലയോര മേഖലയിലടക്കം കനത്ത മഴയ്ക്ക് സാധ്യത, അതിതീവ്ര മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നേരത്തെ റെഡ് അലേർട്ട് നൽകിയിരുന്നത് 2 ജില്ലകളിലായിരുന്നെങ്കിൽ അത് 5 ജില്ലകളിലേക്ക് ഉയർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത ഇന്നു തന്നെ പല ജില്ലകളിലും ഉണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയോര മേഖലയിൽ കനത്തു പെയ്യും മഴ എന്നുള്ളതാണ്. അത് രാത്രി കനത്തു തന്നെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്, അതായത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ആ ജില്ലകളിൽ പ്രവചിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വിദഗ്ധരും അറിയിക്കുന്നത് രാത്രിയും പല മേഖലയിലും മഴ ശക്തമായി ലഭിക്കാനുള്ള സാധ്യതയാണ് എന്നുള്ളതാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ട്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും നാളെയും കൂടി സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നാളെയും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ തന്നെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മഴ അടുത്ത അതായത് വെള്ളിയാഴ്ച വരെ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. വെള്ളിയാഴ്ച വരെ തുടരുമ്പോൾ അത് മധ്യ കേരളത്തിലും അതുപോലെ തെക്കൻ കേരളത്തിലുമായിരിക്കും അതിൻ്റെ അടുത്ത ദിവസങ്ങൾ, അതായത് നാളത്തേക്ക് ശേഷമുള്ള 2 ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് അറിയിക്കുന്നു. പക്ഷേ ഈ 2 ദിവസവും വ്യാപകമായി പരക്കെ ശക്തമായ മഴ, അതിശക്തമായ മഴ, ചിലയിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് അറിയിപ്പ്. തീരവുമായി ബന്ധപ്പെട്ടും പ്രധാനപ്പെട്ട നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. കേരള തീരത്ത്, തെക്കൻ കേരള തീരത്ത് ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അതിനാൽ അറബിക്കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുത് എന്നാണ് നിർദ്ദേശം. ആ നിർദ്ദേശം കർശനമായി മത്സ്യത്തൊഴിലാളികൾ പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാല എന്ന് പറയുമ്പോൾ 3 മീറ്ററിന് മുകളിൽ വരെ ഉയർന്ന തിരമാലയാണ്. ആ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. SKN എന്താണെങ്കിലും ജാഗ്രത 2 ദിവസം കൂടി തുടരണം. ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. സജീഷ് ദാമോദരൻ പറയുന്നു വെള്ളം ഒഴുകി പോകേണ്ട സ്ഥലങ്ങളിൽ മതിലുകളും കെട്ടിടങ്ങളും പണിതിട്ട് വെള്ളക്കെട്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കോട്ടയത്ത് ചെറുതായി മഴ മാറി നിൽക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് മുമ്പ് നല്ല മഴയായിരുന്നു കോട്ടയം നഗരത്തിൽ. ടോബി ജോൺസൺ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കിപ്പം കോട്ടയം നഗരത്തിൽ നിന്ന് ചേരുന്നു. ടോബി, പറയൂ. SKN കോട്ടയത്തും അതിശക്തമായിട്ടുള്ള മഴയാണ്. നമുക്കറിയാം കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 19, 20, 21 ദിവസങ്ങളിൽ റെഡ് അലർട്ട് ഉണ്ടായിരുന്നു. അപ്പോഴും മഴ മാറി നിൽക്കുന്ന പല സ്ഥലങ്ങളിലും ഇടവിട്ടുള്ള മഴയാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ ആകപ്പാടെ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. മലയോര മേഖലയിൽ ഒപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ മേഖലയിലും എല്ലാം അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കുമരകത്ത് 126 മില്ലിമീറ്റർ മഴ പെയ്തു എന്നുള്ളൊരു റിപ്പോർട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശക്തമായ
ശക്തമായിട്ടുള്ള ഒരു മഴയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. റെഡ് അലർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട്, പല വഴികളിലും റോഡുകളിലും വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വാഹന തടസ്സം അതേ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോട്ടയം നഗരത്തിലും ഒപ്പം തന്നെ ഏറ്റുമാനൂർ, കടുത്തുരുത്തി പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. കുമരകം അതുപോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം അതിശക്തമായിട്ടുള്ള മഴയാണ്. വൈകുന്നേരം ഒരു 3:30-ക്ക് ശേഷമാണ് ഈ മഴ പല സ്ഥലങ്ങളിലും ശക്തമായി പെയ്തു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലയോര മേഖലയിലായിരുന്നു മഴയുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ജില്ലയുടെ വിവിധ മേഖലകളിൽ, എല്ലാ മേഖലകളിൽ തന്നെ ശക്തമായിട്ട് മഴ പെയ്യുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഖനന പ്രക്രിയകളെല്ലാം തന്നെ നിർത്തിവെക്കാൻ കഴിഞ്ഞ തവണ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരുന്നു. അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീനച്ചിലാറിന്റെ കരകളിലുള്ളവരൊക്കെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചിലയിടം മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒറ്റപ്പെട്ട മഴ മലയോര മേഖലയിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലിനും അതുപോലെ തന്നെ മഴവെള്ളപ്പാച്ചിലിനുമൊക്കെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഉരുൾപൊട്ടലിനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ എടുക്കണം, ജാഗ്രതാ നിർദ്ദേശം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനോടകം തന്നെ കൺട്രോൾ റൂമുകൾ താലൂക്കുകൾ കേന്ദ്രീകരിച്ച് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ മുൻകരുതലുകളെല്ലാം എടുത്തിട്ടുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള മഴയാണ് ഇന്ന് ജില്ലയുടെ മിക്ക മേഖലകളിൽ ലഭിച്ചത്. അത് താങ്ക് യു ടോബി ജോൺസൺ. ഇനി കാസർഗോഡ് ജില്ലയിൽ ഇടിമിന്നലിൽ ഇന്ന് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പെരുമ്പട്ടയിൽ 2 വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ തകർന്നുപോയി എന്ന് വാർത്ത വരുന്നു. ചില കെടുതികൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ കൂടി തത്സമയം ചേരുകയാണ്. അരുൺ, എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കാസർഗോഡ് നിന്ന്? ഇന്ന് കനത്ത മഴയായിരുന്നു ഇന്ന് വൈകുന്നേരത്തോടുകൂടി കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും ലഭിച്ചത്. മഴക്കെടുതിയോടെ തന്നെ ഇടിമിന്നലാണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാക്കിയത്. കാസർഗോഡ് മടിക്കൈ ബംഗളം സ്വദേശി ബാലൻ വീടിനടുത്തുള്ള പറമ്പിൽ വെച്ച് ഇടിമിന്നലേറ്റ് മരിച്ചു. അപകടം നടന്ന ഉടൻ തന്നെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ മരിക്കുകയായിരുന്നു. ഇടിമിന്നലിൽ ഉദുമയിലും പെരുമ്പട്ടയിലും വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. ഉദുമയിൽ ബെവൂരിലെ രതീഷിന്റെ വീടിനും മതിലിനും ഭാഗികമായ നാശനഷ്ടമാണ് ഉണ്ടായത്. തെങ്ങ് കത്തി നശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പെരുമ്പട്ട മുള്ളിക്കാട് 2 വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ പൂർണ്ണമായും ഇടിമിന്നലിൽ തകർന്നു. മുള്ളിക്കാട് സ്വദേശി സലാമിന്റെ വീട്ടിലെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും വീട്ടിലെ വൈദ്യുത സംവിധാനവും പൂർണ്ണമായും നശിച്ചു. മുള്ളിക്കാട് നാസറിന്റെ പറമ്പിലെ കുഴൽ കിണറിലെ മോട്ടോർ ഇടിമിന്നലിൽ തകർന്നു. കിണറിലെ പൈപ്പുകൾ വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ശക്തമായ മഴയിൽ ദേശീയപാത 66-ൽ വെള്ളം കയറി എന്നുള്ളതാണ്. ചെറുവത്തൂർ ഭാഗത്താണ് വെള്ളം കയറിയത്. നീലേശ്വരം കോട്ടപ്പുറത്ത് മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. വൈകിട്ട് 5 മണിയോടെയായിരുന്നു ഈ മരണത്. ഈ സമയത്ത് റോഡിൽ വാഹനങ്ങളില്ലാത്തതിനാൽ അപകടം ഒഴിവായി. എന്തായാലും മഴയ്ക്കിപ്പോൾ നേരിയ തോതിലുള്ള ശമനം വന്നിട്ടുണ്ട് സ്കെയിൻ, പക്ഷേ ഇടിമിന്നൽ ഇപ്പോഴുമുണ്ട് സ്കെയിൻ. ഓക്കെ, കാസർഗോഡ് നിന്ന് അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ച ഉച്ച കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങി പല സ്ഥലങ്ങളിലും, വൈകുന്നേരം ആയപ്പോഴും മഴ കനത്തു. അതോടൊപ്പം ഇടിമിന്നലും വ്യാപകമായ മഴയായിരുന്നു. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. എന്നാൽ ഇന്ന് പകൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പെരിയാറിലെ മത്സ്യക്കുരുതിയായിരുന്നു. മത്സ്യക്കുരുതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ മത്സ്യ കർഷകർ ഇന്ന് പ്രതിഷേധിച്ചതും കണ്ടു. ഓഫീസിലേക്ക് ചത്തുപൊങ്ങിയ മീനുകൾ അവർ വലിച്ചെറിഞ്ഞു പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ചെറിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടായി. പ്രതിഷേധം ശക്തമാകുമ്പോഴും മത്സ്യക്കുരുതിയിൽ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ കഴിയാതെ ഇരട്ടിൽ തപ്പുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. നിയന്ത്രണങ്ങൾ ഏതുമില്ലാതെ പെരിയാറിലേക്ക് ഒഴുക്കിവിട്ട രാസമാലിന്യം ദുരിതത്തിലാക്കിയത് 100 കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെയാണ്. ജീവനോപാധികളെല്ലാം പൂർണ്ണമായും നഷ്ടമായതോടെയാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിലെത്തിയത്. പ്രതിഷേധക്കാർ PCB ഉപരോധിച്ചു. ഈ കേൾക്കുന്നത് കേവലം പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മാത്രമല്ല, അതൊരു ജനതയുടെ ജീവിതാശങ്കയാണ്. ഉയർന്നു വന്ന പ്രതിഷേധത്തിന് അവരുടെ ജീവന്റെ വിലയുണ്ട്. മത്സ്യക്കുരുതിയിൽ നിന്ന് മനുഷ്യക്കുരുതിയിലേക്കുള്ള ദൂരം അധികം ദൂരെയല്ലെന്ന് അവരുടെ മുഷ്ടികളും ചൂണ്ടിക്കാണിക്കുന്നു. ഓഫീസിന് മുൻപിൽ ചത്ത മീനുകൾ കൂട്ടിയിട്ടായിരുന്നു പ്രതിഷേധം. മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം വിവിധ സംഘടനകളും പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധിക്കാനെത്തി. ചർച്ചയ്ക്കെത്തിയ മലിനീകരണ നിയന്ത്രണ ബോർഡ് ചീഫ് എഞ്ചിനീയർ ബാബുരാജിന്റെ വാഹനം പ്രതിഷേധക്കാർ തടഞ്ഞു.
പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. പിന്നാലെ ചത്തമീൻ ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞ് പ്രതിഷേധം. പിന്നെ ഇനി ഒരു തലമുറക്ക് ഇത് ബാധിക്കുന്ന വിഷയമല്ലേ? ഇവിടുത്തെ MLA എവിടെ, മന്ത്രി എവിടെ? വാർഡിൽ ഏറ്റവും കൂടുതൽ കൂട് മത്സ്യകൃഷിയെല്ലാം ഉള്ളതാണ്. എല്ലാവരും അതൊരു ഉപജീവന മാർഗമായിട്ട് ജീവിതത്തിലേക്ക് അവർക്കുള്ള ഒരു ഉപാധിയും കൂടിയായിട്ടാണ് ഇപ്പം മത്സ്യങ്ങളെ വളർത്തുന്നത്. ഉപജീവന മാർഗം, കുടിവെള്ളം എല്ലാം അത് സമുദ്രത്തെയാണ് നശിപ്പിച്ചേക്കണത്. നാളെ ഇതുപോലെ മനുഷ്യകുരുതിയാണ് ഇവിടെ നടക്കാൻ പോണത്. ഉത്തരവാദിത്തം ഇറിഗേഷൻ വകുപ്പിനെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിശദീകരണം. മത്സ്യക്കുരുതിയിൽ കൃത്യമായ ഉത്തരം ഇപ്പോഴും ആർക്കുമില്ല. ഓരുവെള്ളം കയറി ഓക്സിജന്റെ അളവ് കുറഞ്ഞതാകാം മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ കാരണമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിലപാട്. വീഴ്ച വരുത്തിയവർക്കെതിരെ കേസെടുക്കാതെ വിട്ടുവീഴ്ചയില്ലെന്നാണ് സമരക്കാരുടെ നിലപാട്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക റേഷൻ നൽകാൻ ശുപാർശ ചെയ്യണം തുടങ്ങി സമരക്കാർ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ ചർച്ചയ്ക്കൊടുവിൽ അംഗീകരിച്ചതായും അത് സർക്കാരിനെ അറിയിക്കാമെന്ന് ഉറപ്പു നൽകിയതായും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. വായുവിലൂടെയും വെള്ളത്തിലൂടെയും ഈ ഭൂമിയിൽ മുഴുവൻ പൊല്യൂട്ടഡ് ആകുന്ന നിരവധിയായിട്ടുള്ള കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ശാസ്ത്രീയമായി അത് സംസ്കരിക്കാനുള്ള മാർഗങ്ങൾ കമ്പനികൾ തേടേണ്ടതാണ്. വ്യവസായ വകുപ്പ് ഉൾപ്പെടെയുള്ള ആ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെ പോകുന്ന ഈ കമ്പനികൾ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടിയെന്നും ഏതെങ്കിലും സ്ഥാപനത്തിന് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി P. രാജീവ് കളക്ടറോട് പ്രത്യേകം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിന്റെ സാമ്പിൾ എടുത്തിട്ടുണ്ട്. സാമ്പിൾ കുഫോസ് ലാബിൽ അവിടെ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് കാരണമായത് എന്താണ്? ഈ പറഞ്ഞ പോലെ ഓക്സിജന്റെ അളവ് കുറവാണോ, വേറെ ഏതെങ്കിലും മാലിന്യങ്ങളുടെ സാന്നിധ്യമാണോ? സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മിറ്റി ഒരാഴ്ചയ്ക്കുള്ളിൽ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. 5 ദിവസത്തിനുള്ളിൽ തീരുമാനം നടപ്പാക്കിയില്ലെങ്കിൽ വീണ്ടും പ്രക്ഷോഭത്തിനിറങ്ങാനാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം വിനീത VG 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഈ മീൻ ചത്തുപൊങ്ങിയത് വല്ലാത്തൊരവസ്ഥയാണ്. വിശുദ്ധയായ പെരിയാർ നദി ശുദ്ധമായി തന്നെ ഒഴുകണമെന്ന് ആഗ്രഹിക്കാത്ത ആരാണ്? ഇപ്പോഴൊരു വാർത്ത വരുന്നു, പൂത്തോട്ടയിൽ വള്ളം മറിഞ്ഞ ഒരാൾ മരിച്ചു. പൂത്തോട്ടയിൽ പുല്ലു ചെത്താൻ വള്ളത്തിൽ പോയ ആളാണ് വള്ളം മറിഞ്ഞ് മരിച്ചത്. പൂത്തോട്ട പുന്നയ്ക്കാവിളി ചിങ്ങോറത്ത് സരസനാണ് മരിച്ചത്. 65 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം ഏതാണ്ട് 6 മണിയോടെയായിരുന്നു ഈ സംഭവം നടന്നത്. മൃതദേഹം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉറക്കം എഴുന്നേറ്റ് വീട്ടുപറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ കൺമുന്നിൽ ഒരു പുലി. പുലി കണ്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അവസ്ഥ അറിയാമല്ലോ. ഇത് സ്വപ്നമായിരുന്നില്ല. പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ ഇന്ന് സംഭവിച്ച കാര്യമാണ്. രാവിലെ മാസങ്ങളായി നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ പുലിയാണ് കമ്പിവേലിയിൽ ഇന്ന് കുരുങ്ങിപ്പോയത്. മയക്കുവെടി വെച്ച് പിടികൂടിയ പുലി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചത്തുപോയി. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് വനംവകുപ്പിൻ്റെ പ്രാഥമികമായ നിഗമനം. രാവിലെ 7 മണിയോടെയാണ് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ തെങ്ങിൻ തോപ്പിലെ കമ്പിവേലിയിൽ കുരുങ്ങിയ നിലയിൽ പുലിയെ കണ്ടത്. മാസങ്ങളായി വാഴപ്പുഴ മേഖലയിൽ ആശങ്ക വിതയ്ക്കുന്ന പുലിയാണ് കുടുങ്ങിയത്. പലതവണ സ്വയം കുരുക്കഴിച്ച് രക്ഷപ്പെടാൻ പുലി ശ്രമം നടത്തി. അടുത്തേക്കെത്തുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുക്കാൻ ശ്രമം. മണിക്കൂറുകളെടുത്തു 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുലിയെ കൂട്ടിലാക്കാൻ. മയക്കുവെടി വെച്ചെങ്കിലും പുലിയുടെ ശരീരത്തിൽ പൂർണ്ണമായും ഏറ്റില്ലെന്നാണ് ഒരു വിഭാഗം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പുറമേ പരിക്കൊന്നുമില്ലെങ്കിലും ആന്തരിക പരിക്കുകൾക്ക് സാധ്യതയുണ്ടെന്ന് വെറ്റനറി സർജൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതൊരു അപ്രോക്സിമേറ്റ്ലി 3 to 4 year old ഫീമെയിൽ ലെപ്പർഡാണ്. എക്സ്റ്റേണൽ ഇഞ്ചുറീസ് കാണുന്നില്ല. പക്ഷേ സ്നെയറിൽ കടന്നിട്ടുള്ളത് കൊണ്ട് ഇന്റേണൽ ഇഞ്ചുറീസ് ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഒബ്സർവേഷനിൽ വെക്കും. ഒബ്സർവേഷനിൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ വൈൽഡിൽ തന്നെ ബാക്ക് ടു വൈൽഡ് റിലീസ് ചെയ്യും. വാഴപ്പുഴയിൽ തന്നെ നിരീക്ഷണത്തിലിരിക്കെയാണ് പുലി ചത്തത്. കമ്പിവേലിയിൽ നിന്ന് കുതറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ശരീരത്തിനുള്ളിൽ രക്തസ്രാവമുണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ. 24 പാലക്കാട്. എന്തായാലും ആ പുലി ചത്തുപോയി.
ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു പിടിച്ച പുലിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. സഞ്ജന അജിത്ത് ചോദിക്കുന്നു, KTU എക്സാം, അതായത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ മാറ്റിയോ? ഒരു പരീക്ഷയും മാറ്റിയിട്ടില്ല, എല്ലാ പ്രിപ്പറേഷനും കുട്ടികൾ തുടരുക. ഇപ്പോൾ വരുന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഈ പ്രതീക്ഷിക്കാവുന്ന ആഘാതങ്ങൾ ഇപ്പോൾ പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടും, വാഹനങ്ങളിലെ കാഴ്ച മങ്ങലുണ്ടാകും, അതുപോലെ ഗതാഗതക്കുരുക്കും ഉണ്ടാകും, താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകും, വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്, മരങ്ങൾ കടപുഴകി വീഴും, ചിലപ്പോൾ വൈദ്യുതി തടസ്സമുണ്ടാകും, അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. എല്ലാവിധമായ മുൻകരുതലും പാലിക്കണം. അതേപോലെ തന്നെ ഈ മലയോര പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ യാത്രകൾ ഒഴിവാക്കുക. കാരണം മണ്ണിടിച്ചിലിനും ഉരുപൊട്ടലിനും സാധ്യതയുണ്ട് എന്ന് കൂടി അധികാരികൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കുക. ഇന്ന് നടന്ന ഒരു അനീതിയുടെ കാര്യത്തെക്കുറിച്ചാണ് ഇനി പ്രേക്ഷകരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. പാർട്ടി പത്രത്തിൻ്റെ വരിക്കാറാകാത്തതിന് പ്രതികാര നടപടി എടുത്തു എന്നാണ് വരുന്ന ആരോപണം. പറഞ്ഞു വരുന്നത് പത്തനംതിട്ട മലയാളപ്പുഴയിൽ നിന്ന് വന്ന ഒരു വാർത്തയെക്കുറിച്ചാണ്. ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ വരിക്കാറാകാത്തതിനെ തുടർന്ന് കുടുംബശ്രീ സംരംഭകരുടെ ഒരു ഹോട്ടൽ ഒഴിപ്പിച്ചു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്നാൽ നിയമപരമായ ടെൻഡർ വിളിച്ച മറ്റാളുകൾക്ക് കെട്ടിടം നൽകി എന്നാണ് DTPC പറയുന്നത്. 10 വർഷമായി മലയാളപ്പുഴയിലെ DTPC കെട്ടിടത്തിൽ ഹോട്ടൽ നടത്തുന്ന 6 വനിതകളാണ് CPIM-നെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ദേശാഭിമാനിയുടെ 5 പത്രം എടുക്കണമെന്ന് പറഞ്ഞ് 10 വർഷമായിട്ട് നമ്മൾ അത് പറഞ്ഞാൽ നമ്മുടെ സർവീസ് സഹകരണ ബാങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന പ്രസിഡൻ്റായ ജയപ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയാണ് പറഞ്ഞത്. സാറിനോട് പറഞ്ഞ് ഞങ്ങൾ നിലവിൽ 10 വർഷമായിട്ട് പത്രം ഉണ്ടല്ലോ, അത് പോരാ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ കൊട്ടേഷനിൽ പോകട്ടെന്ന് പറഞ്ഞു. ലോണെടുത്ത് കഴിഞ്ഞ 10 വർഷമായി നടത്തിവന്ന ഹോട്ടൽ ഒഴിപ്പിച്ചെന്നാണ് 6 കുടുംബശ്രീ അംഗങ്ങളുടെ ആരോപണം. ദേശാഭിമാനി പത്രത്തിന്റെ വരിക്കാറാകണമെന്നാവശ്യപ്പെട്ട CPIM ഏരിയ കമ്മിറ്റി അംഗം സമീപിച്ചെന്നും ഒരു പത്രത്തിൽ കൂടുതൽ എടുക്കാൻ കഴിയില്ല എന്നറിയിച്ചതോടെ ഹോട്ടൽ പുതിയ ടെൻഡറിലേക്ക് കടക്കുകയാണെന്ന് പറഞ്ഞുവെന്നുമാണ് ആരോപണം. സംസാരിച്ചിരുന്നു. അപ്പോഴും നിങ്ങൾ പത്രം എടുക്കാഞ്ഞതുകൊണ്ടല്ലേ ചേച്ചി ഇങ്ങനെ വന്നതെന്നാ എന്നോട് പറഞ്ഞ് പോയിന്റ്. അപ്പം പിന്നെ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ കൊട്ടേഷനും പോയി കഴിഞ്ഞ് ഇനി എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പത്രപരസ്യമടക്കം നൽകി നിയമപരമായി ടെൻഡർ വിളിച്ചാണ് മറ്റാളുകൾക്ക് കെട്ടിടം നൽകിയതെന്നാണ് DTPCയുടെ വിശദീകരണം. തങ്ങൾ സ്ഥാപിച്ച AC അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുച്ഛമായ വിലയ്ക്ക് നൽകി പടിയിറങ്ങേണ്ട അവസ്ഥയിലാണ് ഇവർ. സാധനങ്ങളൊക്കെ നിസ്സാര വിലയ്ക്ക് വിറ്റു. നിസ്സാര വിലയ്ക്കെന്ന് പറഞ്ഞാൽ പറയാം, ഞങ്ങൾക്ക് വിഷമമുണ്ട കാര്യം പറയുന്നതിന്. അങ്ങനെ പോലും ഇത് വിൽക്കുമായിരുന്നു. നാളെ ഞങ്ങളുടെ ജീവിതം എന്തുവാണെന്നറിയത്തില്ല. എന്നാൽ വിഷയത്തിൽ പങ്കില്ലെന്നാണ് CPIM നേതാക്കളുടെ വിശദീകരണം. ഇത് ഈ സാധാരണ കഴിഞ്ഞ 3 ടേമില് ഇവർക്ക് തന്നെ കൊടുത്തു. ഈ പ്രാവശ്യം കുടുംബശ്രീ ഇടപെട്ടാൽ കൊടുക്കുമായിരുന്നല്ലോ. സ്വാഭാവികമായി കുടുംബശ്രീ ഇടപെടാൻ ആയിരിക്കും. പത്രം അവരെ മാത്രമല്ല, നമ്മൾ എല്ലാവരെയും ബന്ധപ്പെടുമല്ലോ. പത്രം കൊടുക്കാൻ പറയുമല്ലോ, അത് പറയാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. അതിനകത്ത് നമ്മൾക്കൊക്കെ യാതൊരു തർക്കങ്ങളും ഇല്ല. തന്നെയല്ല, ഇതിനകത്ത് സംബന്ധിച്ച് ഞങ്ങളുടെ മലയാളപ്പുഴ പാർട്ടിയെ സംബന്ധിച്ചോളം ഇത് ഇടപെടാറുമില്ല. പാർട്ടി കുടുംബശ്രീയുടെ മിഷണറി മറ്റു പ്രവർത്തനം മാത്രം ഒരു കാര്യത്തിലും ഈ പാർട്ടി ഇടപെടുന്ന പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ടെൻഡർ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് എല്ലാ നടപടിക്രമങ്ങളുമെന്ന് DTPC വിശദീകരിക്കുന്നുണ്ട്. അപ്പോഴും ഈ 6 വനിതാ സംരംഭകർ എന്തു ചെയ്യും ഇനി ഭാവിയിൽ എന്ന ചോദ്യം അവിടെ തന്നെ നിൽക്കുകയാണ്. രതീഷ് മാടമ്പശ്ശേരിക്കും സഞ്ജയ് ഇക്ബാലിനുമൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. മുഹമ്മദ് അമാൻ ചോദിക്കുന്നു, കോഴിക്കോട്ട് മഴയുണ്ടെന്ന്. കോഴിക്കോട് മാത്രമല്ല, കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ വൈകുന്നേരം കനത്ത മഴയായിരുന്നു. കൊച്ചിയിലെ പല സ്ഥലങ്ങളിലും കനത്ത മഴയായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെന്നാണ് വിവിധ ബ്യൂറോകൾ അറിയിക്കുന്നത്. കോട്ടയത്തുമൊക്കെ തന്നെ മഴ നേരിയ രീതിയിൽ മാറി നിൽക്കുന്നുവെന്ന വാർത്തയുണ്ട്. എന്നാൽ മഴ വീണ്ടും തുടങ്ങാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. ഇനി തൈക്കാട് ആശുപത്രിയിലേക്ക്. തൈക്കാട് ആശുപത്രിയിലെ ഗർഭസ്ഥ ശിശുവിൻ്റെ മരണത്തിൽ ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി അമ്മ രംഗത്ത് വന്നു. ചികിത്സ നിഷേധിച്ചതുകൊണ്ടാണ് തനിക്ക് കുഞ്ഞിനെ നഷ്ടമായതെന്നാണ് അമ്മ പവിത്ര പറയുന്നത്. ഡോക്ടേഴ്സിൻ്റെ അനാസ്ഥയാണ് കുഞ്ഞിൻ്റെ മരണത്തിന് കാരണമെന്നാണ് അവർ പറയുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും കുട്ടിയുടെ മാതാവ് ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഈ കേസുമായിട്ട് മുൻപോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം. എനിക്ക് ചികിത്സ നിഷേധിച്ചതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
ഒരുപക്ഷെ 16-ാം തീയതി ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയപ്പോൾ അന്ന് തന്നെ അവർ സ്കാനിങ്ങിലെ തകരാറ് കണ്ടിട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ പുറത്തെടുത്തായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നേനെ. അതെ, പരാതി നൽകിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി അവരും മാഡവും ഒരു സ്ത്രീയല്ലേ, അവർക്കും അറിയാൻ പറ്റും ഒരു അമ്മയുടെ വേദന എന്താണെന്ന്. 9 മാസം വരെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നിട്ട് ആ കുഞ്ഞില്ലാതെ വീട്ടിൽ പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ഡോക്ടറിന് ഞങ്ങളോട് ചെയ്ത ഒരു ക്രൂരത തന്നെയാണ്. AV ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. ജയശങ്കർ, എന്താണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ? SKN ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വൈകാരികമായാണ് അമ്മ പവിത്ര പ്രതികരിച്ചത്. കാരണം ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട എല്ലാ വേദനയും അവരുടെ വാക്കുകളിലുണ്ടായിരുന്നു. ഈ ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയല്ലേ, ഒരു അമ്മയുടെ വേദന അവർക്ക് മനസ്സിലാവില്ല എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം തുടരുമെന്ന് പവിത്ര വ്യക്തമാക്കി. ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇവർ നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്. അപ്പം മനുഷ്യാവകാശ കമ്മീഷനും സമാനമായ രീതിയിൽ ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതിയാണ് കുടുംബം നൽകിയിരിക്കുന്നത്. കാരണം അന്ന് ഈ ഡോക്ടർ ശസ്ത്രക്രിയയിലൂടെ ഈ കുട്ടിയെ പുറത്തെടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ജീവൻ രക്ഷപ്പെടുമെന്നാണ് ഈ അമ്മ നമ്മളോട് പറഞ്ഞത്. അത്തരത്തിൽ ആശുപത്രി അധികൃതരുടെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറുടെ അനാസ്ഥ മൂലമാണ് ഇത്തരത്തിൽ ഗർഭാവസ്ഥയിലുണ്ടായിരുന്ന ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടതെന്ന കുടുംബം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നിയമ പോരാട്ടങ്ങളുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം. ഇന്ന് അവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമവഴികൾ കുടുംബം തേടും. എന്തായാലും ഈ ഡോക്ടർ ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട കുടുംബം തുടർ നടപടികൾ എന്തായാലും നടത്തും. എന്തായാലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ ദിവസമായി പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഗുരുതരമായ ചികിത്സാ പിഴവിന്റെ വാർത്തയാണ് വരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ തുടർക്കഥയാകുമ്പോഴും ആരോഗ്യവകുപ്പ് കേവലം അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊരു അവസാനം കാണാൻ ആരോഗ്യവകുപ്പിന് എന്തായാലും സാധിക്കുന്നില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ട കുടുംബം എന്തായാലും നിയമ പോരാട്ടവുമായി മുമ്പോട്ട് പോവുകയാണ്. താങ്ക് യു AV ജയശങ്കർ. ലിനി ഒരു കാര്യം പറയുന്നു, SK എൻ്റെ വീട്ടിൽ വെള്ളം കയറി, രാത്രി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. കുട്ടനാട്ടിലാണ്, പമ്പയാറിൻ്റെ തീരത്താണ് വീട്. ഇനി എന്തായാലും അധികാരികളുമായി ബന്ധപ്പെടണം. എന്തായാലും കുട്ടനാട്ടിലൊക്കെ വെള്ളം പൊങ്ങാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ആ വീട്ടിൽ തന്നെ മഴ കനക്കുന്നു അല്ലെങ്കിൽ കടുത്തു വരുന്നുവെങ്കിൽ അവിടെ താങ്കൾ ഈ രാത്രി തുടരരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതേപോലെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ചില പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന് പ്രേക്ഷകർ യൂട്യൂബിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. പരീക്ഷകളൊന്നും മാറ്റിയിട്ടില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ തത്സമയം തൽക്ഷണം പ്രേക്ഷകരിൽ എത്തിക്കാനുള്ള എല്ലാവിധമായ ഒരുക്കങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയോട് ഇത് വീണ്ടും ചെക്ക് ചെയ്യാനും നിരന്തരമായി പിന്തുടരാനും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പരീക്ഷകൾ മാറ്റുന്ന ഏതെങ്കിലും വാർത്തയുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് 24 സ്ക്രീനിലൂടെ അത് അറിയാൻ കഴിയും. വീണ്ടും അംഗീകാരം നഷ്ടപ്പെടുമെന്ന ആദിയിലാണ് ഇടുക്കിയിലെ സർക്കാർ മെഡിക്കൽ കോളേജ്. ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിഷ്കർഷിക്കുന്ന സൗകര്യങ്ങൾ ഈ മെഡിക്കൽ കോളേജ് ഇല്ല എന്നാണ് അവരുടെ പരിശോധനയിൽ കണ്ടത്. ഇതോടെ ഇടുക്കിയിലെ മെഡിക്കൽ കോളേജിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു MNC. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം 2022 നവംബറിലാണ് 100 വിദ്യാർത്ഥികളുമായി ഇടുക്കി മെഡിക്കൽ കോളേജിൽ അധ്യയനം ആരംഭിച്ചത്. അന്നിവിടെ എത്തിയ ആ കുട്ടികൾ ഇന്ന് ഇവിടെ പഠിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ സമരമിരിക്കുകയാണ്. 2ാം വർഷ വിദ്യാർത്ഥികൾക്കായുള്ള ലാബിന്റെ അഭാവം, ഇരുന്നു പഠിക്കുന്നതിനുള്ള ലെക്ചർ ഹാൾ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ഹോസ്റ്റൽ സംവിധാനം, ഇതുൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ കുട്ടികളുടെ സമരം. ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിലും 3ാം വർഷ ക്ലാസുകൾ തുടങ്ങുന്നതിന് മുന്നോടിയായുള്ള യാതൊരു ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടില്ല എന്ന് കണ്ടെത്തി. 20 ഡിപ്പാർട്ട്മെന്റുകളിലും ആവശ്യത്തിന് ഫാക്കൽറ്റികളും സീനിയർ റെസിഡന്റുമാരും ട്യൂട്ടർമാരും ഇല്ലെന്നാണ് കണ്ടെത്തൽ. ആശുപത്രിയിൽ കിടക്കകൾ കുറവാണെന്നും മേജർ ശസ്ത്രക്രിയകൾ കുറച്ചു മാത്രമേ ചെയ്യുന്നുള്ളൂവെന്നും നോട്ടീസിൽ പറയുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിൽ ആശുപത്രിയുടെ അംഗീകാരം പോലും റദ്ദാക്കുമെന്ന് കാണിച്ചുകൊണ്ടുള്ള നോട്ടീസ് തന്നെ അയച്ചിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിനോ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കോ അതുപോലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഉത്കണ്ഠയും ഇല്ല എന്നുള്ളത് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നു, പ്രതിഷേധാർഹവുമായിട്ടുള്ള കാര്യമാണ്. മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് മുൻപിലാണ് 2ാം വർഷ MBBS വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കുന്നതുവരെ ഇത് തുടരുമെന്നും വിദ്യാർത്ഥികളുടെ മുന്നറിയിപ്പ്. ആകെയുള്ള ഒരു ലെക്ചറുള്ളൂ, പിന്നെ ഈ ഫസ്റ്റ് ഇയേഴ്സിനും സെക്കൻഡ് ഇയേഴ്സിനും കൂടെ ഒരു ലെക്ചറാളേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇത് വന്നാൽ ക്ലാഷ് വന്നാൽ അവർക്ക് വേറെ എടുക്കാനുള്ള ഇതില്ല, സംവിധാനമില്ല. ഞങ്ങളോട് പറഞ്ഞത് ഏപ്രിൽ 30-ാം തീയതി ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഹോസ്റ്റലിൽ തരും. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ബോയ്സ് ഹോസ്റ്റലിലാണ്.
തൽക്കാലത്തേക്ക് ആ ഹോസ്റ്റൽ മാറിയിട്ട് ബോയ്സിനുള്ള ഹോസ്റ്റൽ ശരിക്കും കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവിടെ ഇപ്പോഴും ഇതുവരെ ഒരു പണി നടന്നിട്ടില്ല. മെഡിക്കൽ കമ്മീഷൻ നൽകുന്ന മറുപടി തൃപ്തികരമല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുകയും പിഴ ചുമത്തുമെന്നും നോട്ടീസിലുണ്ട്. അതേസമയം വാർഷിക റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കോളേജ് അധികൃതരുടെ വിശദീകരണം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറിയാൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും പറയുന്നു. പരാധീനതകൾക്ക് നടുവിലെ ഒരു മെഡിക്കൽ കോളേജ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെയില്ല. ഇടുക്കി ഒരു പിന്നോക്ക ജില്ല എന്നാണ് പൊതുവെ ആളുകൾ പറയുന്നത്. അതുകൊണ്ടാണോ ഈ മെഡിക്കൽ കോളേജിനോടും മുഖം തിരിക്കലെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. വളരെ പ്രതീക്ഷയോടെ വന്നൊരു മെഡിക്കൽ കോളേജാണ് ഇടുക്കിയിലുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. കഴിഞ്ഞ 2 മാസം മുന്നേ തന്നെ ഒരു സമരം നമ്മൾ നടത്തിയപ്പം അവർ പറഞ്ഞത് 1 മാസത്തിനുള്ളിൽ നമുക്ക് ലാബ് തരാമെന്നാണ്. പക്ഷെ ഇതുവരെ ആയിട്ടും ലാബിൻ്റെ ഒരു പണി പോലും തുടങ്ങിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ മെൻസ് ഹോസ്റ്റൽ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്, പക്ഷേ ഫീമെയിൽ ഹോസ്റ്റൽ ഇതുവരെ റെഡി ആയിട്ടില്ല. ഇപ്പം ഈ ഫീമെയിൽസിനെ ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് മാറ്റിയിട്ട് ഞങ്ങൾ ഒരു ഗസ്റ്റ് ഹൗസിലോട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം അതിലെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു മുറിയിൽ 8 പിള്ളേരാണ് കിടക്കുന്നത്. അതും തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ലാബ് ഫെസിലിറ്റീസ്, ഏറ്റവും ആദ്യം വേണ്ട ലാബ് ഫെസിലിറ്റീസാണ്. പിന്നെ ഹോസ്റ്റൽ, പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഇവിടെ ഡെർമറ്റോളജിയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അടച്ചുപൂട്ടി ആളുകളില്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ ഇതെല്ലാം അധികാരികൾ കണ്ട് മെഡിക്കൽ കോളേജിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എത്തിക്കണമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എന്ന കീഴിലാണ് ആ ഒരു ഇതിൽ ഒരു 100 സീറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടെ എല്ലാ മെഡിക്കൽ കോളേജിലും ഓരോ വിദ്യാർത്ഥികൾ ഇതുപോലെ പഠിക്കുന്നുണ്ട്. അവർക്ക് കിട്ടേണ്ട അതേപോലെയുള്ള ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ 1, 2, 3 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് ഉറക്കൊഴിച്ച് പഠിച്ച ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഓരോരുക്കും അത്രയും കഷ്ടപ്പെട്ടാണ് ഇനിയും 5 വർഷം കഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കുറേ പേര് ഇവിടെ ഇരിക്കുന്നത്. അപ്പം അതിന് ഒരു അവസരം ഇവിടെ ഇല്ല. അതായത് ഒരു ഫെസിലിറ്റീസ് ഇവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരു 5 വർഷം കഴിഞ്ഞ് പഠിച്ചിറങ്ങുമ്പോൾ അല്ലെങ്കിൽ വർഷം പഠിച്ച് ഇറങ്ങുമ്പോൾ ഒരു നല്ലൊരു ഡോക്ടർ ആവാതിരിക്കാനുള്ള എല്ലാവിധ ഇത് ഞങ്ങളെ ഭാവിയിലേക്ക് നോക്കി കാണുന്നുണ്ട്. കാരണം അതുപോലെയാണ് ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്. പ്രതികരണ വേദി തുടരുകയാണ്. അനസ് ഒരു കാര്യം അറിയിക്കുന്നു. എറണാകുളം ജില്ലയിലെ പൂത്തോട്ട കായലിലേക്ക് ഒഴുകുന്ന പാണാറിൽ ധാരാളം മീനുകൾ ചത്തുപൊങ്ങുന്നു എന്നാണ് അനസ് അറിയിക്കുന്നത്. മറ്റു ചില പ്രേക്ഷകർ കൂടി അവരുടെ വീടുകളിലേക്ക് വെള്ളം കയറി എന്ന കാര്യം നമ്മളെ അറിയിക്കുന്നുണ്ട്. എല്ലാ ജാഗ്രതകളും നിങ്ങൾ പാലിക്കുക. ഇനി കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ പോകുന്നു. കേസ് ഡയറി. തലസ്ഥാനത്ത് ഞെട്ടിച്ച കൊലപാതകമായിരുന്നു വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി വധക്കേസ്. 74 വയസ്സുള്ള സ്ത്രീയെ കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം മൃതദേഹം പുരപ്പുറത്ത് ഒളിപ്പിച്ച ശേഷമാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. കേസിൽ നെയ്യാറ്റിങ്ങര അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറഞ്ഞു. 3 പ്രതികൾക്ക് വധശിക്ഷ ലഭിച്ചു. കേരള പോലീസിന്റെ അന്വേഷണ മികവിനുള്ള അംഗീകാരമായിരുന്നു ഈ ശിക്ഷാവിധി. 2022 ജനുവരി 14 രാവിലെ 9 മണി. ശാന്തകുമാരിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർ ചെയ്യാൻ അയൽവീട്ടിൽ വാടകക്കാരായി വന്ന കോവളം സ്വദേശി ഷെഫീഖ ബീവി, മകൻ ഷെഫീഖ്, പാലക്കാട് സ്വദേശിയായുള്ള അല്ലമീൻ എന്നിവർ ഗൂഢാലോചന നടത്തുന്നു. ഇതിനായി വാടക വീട് ഒഴിയുന്ന ദിവസം ശാന്തകുമാരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. കുടുംബ വീട്ടിലെ ആൽത്തറയിൽ സ്ഥിരം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ശാന്തകുമാരി ഒരുപാട് ആഭരണങ്ങൾ ധരിച്ചിരുന്നു. ഈ വാടക വീട് ഒഴിയുന്നതിന് മുമ്പേ തന്നെ പ്രതികൾ 3 വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും പാലക്കാട്ടുള്ള അല്ലമ്മിൻ്റെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. കൊലപാതക ദിവസം ഉച്ചയ്ക്ക് ശാന്തകുമാരി വീട്ടിലെത്തിയപ്പോൾ കഴുത്തിൽ തുണി കൊണ്ട് മുറുക്കി തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹത്തിൽ നിന്നും ലക്ഷ്മി ദേവിയുടെ ലോക്കറ്റുള്ള സ്വർണ്ണമാലയും 2 കൈകളിലെ വളകളും കമ്മലുകളും പ്രതികൾ കവർന്നെടുത്തു. മൃതദേഹം തട്ടിൻപുറത്ത് ഒളിപ്പിച്ചു വച്ചു.
അന്നേ ദിവസം തന്നെ വിഴിഞ്ഞത്ത് ജുവല്ലറിയിൽ കൊണ്ടുപോയി കുറച്ച് സ്വർണം വിറ്റു. ആ പണം കൊണ്ട് തിരുവനന്തപുരം പവർ ഹൗസ് റോഡിൽ ഒരു ഹോട്ടലിൽ AC മുറിയെടുത്ത് താമസിച്ചു. അന്നേ ദിവസം രാത്രി തിരുവനന്തപുരത്ത് നിന്നും തൃശൂർ പോകുന്ന ബസ്സിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ വിഴിഞ്ഞം പോലീസ് കഴക്കൂട്ടത്ത് വെച്ച് പിടികൂടുന്നു. CCTV ദൃശ്യങ്ങൾ ഈ കേസിൽ നിർണായക തെളിവുകളായി. കവർന്നെടുത്ത സ്വർണം വിഴിഞ്ഞത്തെ ജ്വല്ലറിയിൽ നിന്നും പ്രതികളുടെ പക്കലിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. മൂവർക്കും അർഹിച്ച ശിക്ഷയാണ് ഇന്ന് നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് വന്നത്. അതിന് കാരണം 2021 14-കാരിയെ സമാനമായി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചതും ഇതേ പ്രതികളാണ്. ഈ കേസിൽ ഇപ്പോൾ സാക്ഷി വിസ്താരം നടക്കുകയാണ്. മാത്രമല്ല, ഈ കേസിലെ 3-ാം പ്രതി ഷഫീഖ് മൈനറായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലും പ്രതിയാണ്. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രേക്ഷകർക്കും വധശിക്ഷയോട് വിയോജിപ്പുണ്ടാകും. പക്ഷേ ഇത്തരം നിർദ്ദയമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ആളുകളെ പിന്നെ എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു. ജോസ്മിനി ജോസഫ് ചോദിക്കുന്നൊരു കുട കിട്ടാനുണ്ടോ? 24-ൻ്റെ കുടയ്ക്ക് വലിയ ക്ഷാമമാണ്. സംസ്ഥാനത്ത് നിന്നുള്ള അവയവക്കടത്തിൻ്റെ വാർത്തകൾ വളരെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ദാരിദ്ര്യം ചൂഷണം ചെയ്താണ് ഈ പല സംഘങ്ങളും പ്രവർത്തിക്കുന്നത്. തൃശ്ശൂർ മുല്ലശ്ശേരിയിൽ നിരവധി ആളുകൾ നിർബന്ധിത അവയവദാനത്തിന് വിധേയരായിട്ടുണ്ടെന്നാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CA ബാബു പറയുന്നത്. അവയവദാനം സംബന്ധിച്ച നിർണായക വെളിപ്പെടുത്തലുകൾ ഇന്ന് ഒരു വീട്ടമ്മ നടത്തിയിട്ടുണ്ട്. പരാതി നൽകിയിട്ടും കാര്യക്ഷമമായ അന്വേഷണം നടന്നില്ലെന്നും ആരോപണം ഉയരുകയാണ്. സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്നവരെ നോട്ടമിട്ടായിരുന്നു തൃശൂർ മുല്ലശ്ശേരിയിലെ അവയവ കച്ചവടം. ഇരയാക്കപ്പെട്ടവരിലേറെയും കൂലിപ്പണിക്കാരും വീട്ടമ്മമാരും. ഞെട്ടിക്കുന്ന കഥകളാണ് മുല്ലശ്ശേരിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഞങ്ങളന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ വേറെ കുറേ ജന്തുമാരുണ്ടായിരുന്നു. അത് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. അവരോടൊക്കെ അവരെക്കാൾ അധികം കാശ് തരാനൊക്കെ പറഞ്ഞിട്ടേക്കണ കണ്ടിരുന്നു. അപ്പം ഇത് അങ്ങനത്തെ ഒരു കാര്യം അവിടെ നടക്കുന്നത് തന്നെ. ഞാനിപ്പോൾ ഇത് കൊടുക്കാൻ നിന്നപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. ഈ കാണുന്ന വീട്ടമ്മയടക്കം തൃശൂർ ജില്ലയിലെ മുല്ലശ്ശേരി പഞ്ചായത്തിൽ 2 വാർഡുകളിലായി 7 പേരാണ് അവയവ കച്ചവടത്തിന് ഇരയായത്. 5 പേരുടെ വൃക്കയും 2 പേരുടെ കരളുമാണ് വിൽപ്പന നടത്തിയതെന്ന് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CA ബാബു 24-നോട് പറഞ്ഞു. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചുവെങ്കിലും കാര്യക്ഷമമായില്ല. പരാതി കൊടുത്തിട്ട് 7 മാസമായിട്ടും അമ്മ ഈ വൃക്ക മാഫിയയുടെ അതിലേക്ക് എത്തുന്നില്ല. തെളിവില്ല. അതായത് പിന്നെ പറഞ്ഞാൽ പോലീസ് പറഞ്ഞ റിപ്പോർട്ടിൽ പ്രകാരം എന്താ വെച്ചാൽ ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ടീമിനെ സ്റ്റേറ്റ് തലത്തിൽ നിശ്ചയിക്കണം. അതാ നടക്കുള്ളൂ എന്നുള്ളതാണ് എനിക്ക് അന്ന് റിപ്പോർട്ടിൽ പറയുന്നത്. കരൾ നൽകിയവർക്ക് 10 ലക്ഷം രൂപയും വൃക്ക നൽകിയവർക്ക് 5 ലക്ഷം രൂപയുമാണ് ലഭിച്ചത്. ഏജന്റുമാർ മുഖേന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളെ ബന്ധപ്പെട്ട് സ്ത്രീകളെ വലയിലാക്കുകയായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് CA ബാബു അവയവ കച്ചവടം സംബന്ധിച്ച് പരാതി നൽകിയത്. മുല്ലശ്ശേരി പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിൽ വിവിധയിടങ്ങളിൽ അവയവ മാഫിയ പിടിമുറുക്കിയിട്ടുണ്ടെന്ന സംശയമാണ് പരാതിക്കാരൻ പങ്കുവയ്ക്കുന്നത്. അവയവ കച്ചവട മാഫിയയിലെ പ്രധാനിയെ കുരുക്കാനായതാണ് ഈ വെളിപ്പെടുത്തലുകളിലേക്ക് പോലും നയിച്ചത്. ഒരുപക്ഷേ അവയവ കച്ചവട മാഫിയയെ കുരുക്കാനായിരുന്നില്ലെങ്കിൽ മുല്ലശ്ശേരിയിലും യഥേഷ്ടം അവയവ കച്ചവടം തുടർന്നേനെ. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. റംല അലി മലപ്പുറത്ത് നിന്ന് പറയുന്നത്, മലപ്പുറത്ത് കഴിഞ്ഞ 5 മണിക്കൂറായി കനത്ത മഴ തുടരുകയാണെന്ന് പറയുന്നു. ഇപ്പോൾ സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് അറിയിക്കുന്നു, അവിടെയും കനത്ത മഴയാണ്. നഗരത്തിലെ ചില വീടുകളിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞു. പ്രധാന റോഡുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂർ അശ്വിനി ആശുപത്രിക്ക് പിറകിലെ വീടുകളിൽ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ ഗ്രാമീണ മേഖലകളിലും കനത്ത മഴ തുടരുന്നുവെന്ന് സൂരജിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. അവിടെയൊക്കെ വഴി യാത്ര ചെയ്യുന്നവരും വണ്ടി ഓടിക്കുന്നവരും ഒക്കെ ജാഗ്രത പാലിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാർത്ത അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.